പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ 811 ദിവസം കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ അത് നേതൃത്വം വഹിക്കുന്ന പ്രിയ ബീന സിസ്റ്റർ, ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ദേവദാസൻ കുടുംബം, എല്ലാ പ്രിയപ്പെട്ട കടന്നു വന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-21 വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം അങ്ങേക്കുള്ളത്. വചനം സംസാരിപ്പാൻ അടിയന്റെ നാവോടുകൂടെ ഇരിക്കുമാറാകണമേ. കേൾക്കുന്ന വചനം ഏവരുടെ ചോദ്യവിടലാക്കി അങ്ങ് തീർക്കണം കർത്താവേ. ഇത്രത്തോളം അനുഗ്രഹിച്ചനായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ലോർഡ്. നാം വായിച്ചത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-21 വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു. അവിടെ വായിച്ച ഇപ്രകാരം, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഹല്ലേലൂയ. അതേ, നമ്മുടെ ഹൃദയത്തിൽ പല ആലോചനകളുണ്ട്, എന്നാൽ ആരുടെ ആലോചന നിവർത്തി? യഹോവയുടെ ആലോചന നിവർത്തിയാകും. അതേ പ്രിയരെ, അതേ, നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. അതേ, നാം നമ്മെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ മണ്ഡലത്തെ കുറിച്ചൊക്കെ നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, ചില വിചാരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു യഹോവയുടെ ആലോചന നിവർത്തിയാകും. ഹല്ലേലൂയ. അതേ പ്രിയരെ, യഹോവയുടെ ആലോചനയാണ് നിവർത്തിയാകുന്നത്. അതെ, ചിലപ്പോൾ നാം വിചാരിക്കും, അതെ, നാം പോകുന്നിടത്ത് പരാജയമാണ് നാം ചിന്തിച്ചേക്കാം, എന്നാൽ അതിന് പിന്നില് ദൈവത്തിനൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. അതെ, ചിലപ്പോൾ നാം പോകുന്നിടത്ത് പരാജയമാണെങ്കിൽ, അതെ പോകുന്ന യാത്രയിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നെങ്കിൽ നാം പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ, ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചിട്ടല്ലേ ഇറങ്ങിയത്, പിന്നെ എന്താ എന്റെ തടസ്സം നേരിട്ടത്? പലപ്പോഴും നാം പ്രാർത്ഥിക്കാറില്ല, ദൈവമേ, ഞാൻ പോകുന്ന വിഷയം അങ്ങയുടെ ഹിതമാണോ എന്ന് നാം പ്രാർത്ഥിക്കാറില്ല. എന്നാൽ പ്രിയരെ, അതേ ദൈവസന്നിധി നാം പ്രാർത്ഥിച്ചിട്ട് ദൈവഹിത പ്രകാരമാണ് നാം ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിശ്ചയമായി നാം പോകുന്നിടത്ത് പരാജയം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇതാ വായിച്ച വാക്യപ്രകാരമാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവർത്തിയാകും. അതേ പ്രിയരെ, യഹോവയുടെ ആലോചന നാളുകൾ നിവർത്തിയാക്കാൻ പോകുക. അത് ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം, ദൈവം നമ്മുടെ തലമുറയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം നാളുകളിൽ നിറവേറാൻ പോകുക. അരികമന വൈഡമന അടരക ദുരമന വൈഡമന. അതേ പ്രിയരെ, വർഷങ്ങൾ മുമ്പ് നീ കേട്ടത്, ചെറുപ്പകാലത്ത് നീ കേട്ടത്, അതേ ശുശ്രൂഷയിൽ ഇറങ്ങിയ കാലഘട്ടത്തിൽ നീ കേട്ടത്, എന്താതിനെ ഇതുവരെ നിവർത്തിയാകാത്തെന്ന് ചോദിച്ചുകൊണ്ട് അതേ നീ ദൈവത്തിനെ നെടുവേർപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗ്ഗം കൂടെയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് അതേ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ വ്യക്തമായ ആലോചന അറിയിക്കുക. അറികമന വൈഡമന. ദൈവമേ, വാഗ്ദത്തം എന്റെ ജീവിതത്തെ നിറവേറപ്പെടത്തില്ലയോ എന്ന് ചോദിച്ച അതേ നെടുവേർപ്പെട്ട ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അതേ ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 60-22 ഇപ്രകാരം പറയുന്നുണ്ട്. ലാസ്റ്റ് ഭാഗം അവിടെ പറയുന്ന ഇപ്രകാരമാണ്, യഹോവയായ ഞാൻ അതിനെ തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, താങ്കൾക്ക് വേണ്ടി തക്ക സമയത്ത് ശീഘ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ വിഷയത്തിലല്ല, നിന്റെ വാഗ്ദത്തങ്ങൾ, അതേ 2026 നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയിരിക്കുന്ന വർഷമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായ ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, അതേ നിന്റെ വിഷയത്തുമേല, അതേ കാലം നിന്റെ ജീവിത പങ്കാളിയുടെ വിഷയത്തുമേല
നിന്റെ ശുശ്രൂഷ തലങ്ങളുടെ മധ്യത്തില് ഹല്ലേലൂയ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് വരെ എന്റെ ജീവിതത്തില് അത് വാഗ്ദത്തങ്ങൾ പിന്നിലുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അത് വാഗ്ദത്തം നിറവേറപ്പെടുന്നില്ല എന്ന് ചോദിച്ച് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാ തക്ക സമയം. ഹല്ലേലൂയ. ആ സമയത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹബക്കൂക്കിന്റെ പുസ്തകം 2:3 പ്രകാരം പറയുന്നുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അറിഗമന വൈഡമന കുഞ്ഞേ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, നാളുകൾ നിറവേറുവാൻ സമയമായിരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ വ്യക്തമായ ആലോചന അറിയിക്കുക. അറിഗമന വൈഡമന നിന്റെ ശുശ്രൂഷ മണ്ഡലമായ വിഷയമാണോ? അതെ, നിന്റെ തലമുറയുടെ വിഷയമാണോ? നീ കരയുന്ന വിഷയമുണ്ടല്ലോ, നീ നെടുവേർപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന്മേലെ നാളുകളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അതെ വ്യക്തമായി ആലോചന അറിയിക്കുക. അരിഗമന വൈഡമന അടരഗമന വൈഡമനെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 14:24 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ ആണയിട്ടാൽ ചെയ്യുന്നത്. ഹലോടെ വായിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. അതെ, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. അതേ പ്രിയ ദൈവത്തിൽ ഇവിടെ അതേ മനുഷ്യനല്ല ആണയിട്ട് സംസാരിക്കുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഹല്ലേലൂയ. വായിക്കുന്ന ഇപ്രകാരമാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആണയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, അതെ ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. അതേ പ്രിയരെ, നമ്മെ കുറിച്ചുള്ള അതേ നിർണയം, ഹല്ലേലൂയ, നമ്മെ കുറിച്ചുള്ള വിചാരങ്ങളും അതെ നിശ്ചയമായി ഉന്നതമാണ്. അതെ, അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം അതേ 55 അധ്യായത്തില് അതിന്റെ 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. യെസ്, ഹല്ലേലൂയ. നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത് പറയുക, ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. അതേ പ്രിയരെ, പലപ്പോഴും നാം വിചാരിക്കുന്നേ, എന്റെ ഈ വിഷയത്തിന് എന്താ മറുപടി ലഭിക്കാത്തത്? കാരണം എന്തെന്നറിയാവോ? അത് ചിലപ്പോ നാം പോകുന്ന അതേ യാത്രയിൽ തടസ്സം നേരിട്ടേക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ അതെ നാം പോയ ജോലിയിൽ പരാജയം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ നാം പോയ ലോണിന്റെ സാക്ഷ്യം കിട്ടിയില്ലേക്കാം. കാരണം എന്തെന്നറിയാവോ? നാം വിചാരിക്കും ദൈവം നമ്മെ മറന്നത് കൊണ്ടാണെന്ന്. മറന്നത് കൊണ്ടല്ല, പിന്നെയോ ശ്രേഷ്ഠമായതോ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കൊണ്ടാണ് ചില പരാജയങ്ങളും ചില നഷ്ടങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവം മറന്നത് കൊണ്ടല്ല. പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, ദൈവമേ അങ്ങനെ മറന്നുവോ? ഹല്ലേലൂയ. ഇല്ല കുഞ്ഞെ, ദൈവം മറന്നിട്ടല്ല, പിന്നെയോ അത് ശ്രേഷ്ഠമായത്, അത് ബെസ്റ്റിൽ ബെസ്റ്റ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കൊണ്ടാ. അധികമന വൈഡമന. അതേ കുഞ്ഞെ, നിശ്ചയം ചില വേദികൾ നഷ്ടമായി പോയെങ്കിൽ, അതേ വേദികൾ അങ്ങനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുക, ചില വേദികൾ നിനക്ക് നഷ്ടമായെങ്കിൽ എന്തിനെന്നറിയാമോ? ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കി വെച്ചത് കൊണ്ടാ. അധികമന വൈഡമന. ഹല്ലേലൂയ. ചില ജോലികൾ നഷ്ടമായെങ്കിൽ എന്തിനെന്നറിയാവോ? ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കി വെച്ചത് കൊണ്ടാ. അധികമന വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, അതെ ചില പരാജയം നിന്റെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിൽ അത് ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞു തന്നെയാ. എന്തിനെന്നറിയാവോ? അത് ബെസ്റ്റിൽ ബെസ്റ്റ് നിനക്ക് ലഭിക്കുവാനാ. യെസ്. അതേ പ്രിയരെ, നാളെ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാമോ? എബ്രായ ലേഖന കർത്താവ് അത് എബ്രായ ലേഖനത്തില് അതേ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പലപ്പോഴും നമുക്ക് ഇല്ലാത്തതും അതാ, സഹിഷ്ണുതയാ. ഹല്ലേലൂയ. അതേ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേല
നമുക്ക് അതേ ഫാസ്റ്റ് ഫുഡ് ലഭിക്കുന്നത് പോലെ അപ്പോൾ തന്നെ മറുപടി ലഭിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മടുപ്പ് വരും. ഹല്ലേലൂയ. ഒരു ദിവസം പ്രാർത്ഥിക്കും, 2 ദിവസം പ്രാർത്ഥിക്കും, 3 മാസം അടുപ്പിച്ച് വരെ പ്രാർത്ഥിക്കും, പിന്നെ നാം അത് ക്ലോസ് ചെയ്യാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ, നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല, നിന്റെ ഉപവാസം വെറുതെ അല്ല. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയ്ക്കും അതേ നിന്റെ ഉപവാസത്തിന് മറുപടി തരുന്ന ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ വ്യക്തമായ ആലോചന അറിയിക്കുക. അരികമന വൈഡമന. ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ, നിന്റെ ഉപവാസം വെറുതെ അല്ല. അത് നിശ്ചയമായി കണ്ണുനീർ അതെ തുരുത്തി നിറഞ്ഞു കവിയുമ്പോ നിനക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അരികമന വൈഡമന. ഓ ഋഗ ദുരബലവോ ഷൈഡരക ദുരഗമന വൈഡമന. കുഞ്ഞേ, നീ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. നിശ്ചയമായി നിശ്ചയമായി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിന് ആത്മാവ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായ ആലോചന അറിയിക്കുക. യെസ്, അതെ പ്രിയ, അതെ നിശ്ചയമായി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. റിഗവല വൈഡമന അടരക ദുരമന വൈഡമനെ. അതെ നിശ്ചയമായി നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്, അതെ നിനക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അതേ സൂം പ്ലാറ്റ്ഫോമിലുള്ള വ്യക്തി ജീവിതങ്ങളെ അതേ ദൈവം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. റിഗമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ, അത് നിശ്ചയമായി ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് ഉണരാമോ? ദുരഗമന വൈഡവന. പ്രായം ദൈവത്തിന് വിഷയമല്ല. പ്രായഭേദമന്യേ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യസിഗമന വൈഡവന അടരഗമന ഊഷേരിക ദുരഗമന വൈഡമന. നിശ്ചയമായി നിശ്ചയമായി ചില കൃപാവര പ്രാപ്തന്മാരെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരഗമന വൈഡമന റിക്ക ലഭം ഷൈഡരക ദുരഗമന. അതേ കുഞ്ഞെ, നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല കേട്ടോ, നിന്റെ ഉപവാസം വെറുതെ അല്ല, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല. നിന്റെ കണ്ണുനീർ നിറഞ്ഞ് കവിയുമ്പോ നിനക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അരിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ വൈഡമന. അത് കൊച്ചുമോൻ ബീന എന്ന് പേരുള്ള ഡിവൈസ് ഇരിക്കുന്ന ദൈവദാസനോട് അത് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അടരക ദുരമന വൈഡമന. നാളുകളിൽ തന്നെ അത് ദിവസക്കുള്ളിൽ തന്നെ ചില വിഷയങ്ങളുടെ മാധ്യത്തില് ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. പലപ്പോഴും നീറുന്ന വിഷയങ്ങളുമായി എന്റെ സന്നിരുന്ന ദൈവദാസനെ റിഗമന വൈഡമന. എന്റെ മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്, അത് ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമെന്ന് ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ ഇറങ്ങി വന്ന് സംസാരിക്കുമെന്ന് മോശയോട് നേരിട്ട് ഇടപെട്ട ദൈവം അടരക ഞാനെന്ന് ദൈവത്തിന്റെ ആത്മ വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരമന. പലപ്പോഴും പലയിടത്ത് ഒറ്റപ്പെടുത്തിയ അവസ്ഥകൾ അടരക ദുരമന വൈഡ പലപ്പോഴും പലയിടങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ദൈവത്തിന് പ്രിയ ദേവദാസനോട് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. നിന്നെ എവിടെ മാറ്റി നിർത്തിയോ, എവിടെ നിന്നെ പരിഹസിച്ചോ, എവിടെ നിന്നെ കരയിപ്പിച്ചോ, ആ ദേശത്ത് തന്നെ നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ ദൈവദാസനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ചില യാത്രകൾ നിന്റെ മുന്നിലുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. ചില യാത്രകളുമായി ബന്ധപ്പെട്ട് അതേ വാഗ്ദത്തങ്ങൾ അനവധി നിന്റെ പിന്നിലുണ്ടെന്ന് അതേ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരഗമന വൈഡമന. ഈ നാളുകളിൽ തന്നെ ആ തടസ്സങ്ങളെ മാറ്റി അടരക ദുരമന വൈഡമന
നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പ്രിയ ദൈവദാസനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന ആളുകള് പ്രാർത്ഥിച്ചു മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡ നാളുകളിൽ തന്നെ അടരക ദിവസക്കുള്ളിൽ തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ദൈവദാസനോട് വ്യക്തമായ ആലോചന അറിയിക്കുന്നു. റിഗമന വൈഡമന ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം വായിച്ച വാക്യ പ്രകാരമാ മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ഹല്ലേലൂയ. നിവർത്തിയാകുമെന്ന പദം വേദപുസ്തകത്തില് 11 പ്രാവശ്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി അതേ നമ്മുടെ വാഗ്ദത്തത്തെ നിവർത്തിച്ച് തരുന്ന, അതേ നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വാഗ്ദത്തത്തെ നിവർത്തിച്ച് തരുന്ന ഒരു സ്വർഗം കൂടെയുണ്ട് കേട്ടോ. റിഗമന വൈഡമന അടരഗമന ഔഷേ റിഗതുരഗമന വൈഡമന. നിന്റെ കണ്ണിന്റെ പ്രാർത്ഥനയും അത് വെറുതെ അല്ലെന്ന് ദൈവത്തിനാണ് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരവന ഔഷേ റിഗതുരഗമന വൈഡമന അതരക ദുരഗമന വൈഡമനെ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അത് ചില വിഷയങ്ങളുടെ നടുവില് വഴിയറിയാതെ നീ നാളെ എന്തായിത്തീരും, അതേ എനിക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി നീക്കുമെന്ന് അതേ നമുക്കറിയാം. അത് യേശു കർത്താവിന്റെ കല്ലറയുടെ അടുക്കൽ വന്നുകൊണ്ട് സഹോദരിമാർ തമ്മിൽ പറഞ്ഞ കാര്യമാ. നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി നീക്കും. റിഗമന വൈഡമന. ആ പറഞ്ഞ സ്ഥാനത്ത് ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി നീക്കി. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കല്ല് ഉരുട്ടി നീക്കി എന്ന് പറയുന്നിട്ട് പറയുക ആ കല്ല് വലുതായിരുന്നു. ഹല്ലേലൂയ. ആ സഹോദരിമാർക്ക് അത് മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ ദൂതൻ ഇറങ്ങി. റിഗമന വൈഡമന കുഞ്ഞെ, നാളുകളില് നിനക്ക് അസാധ്യമായ വിഷയങ്ങളുടെ നടുവില് ദൈവം തന്റെ ദൂതനയക്കാൻ പോകുക. റിഗമന വൈഡമന അടരഗമനവും ഷൈഡരക ദുരഗമന വൈഡമന. അസാധ്യങ്ങളെ നോക്കിക്കൊണ്ട് നെടുവേറപ്പെടുമ്പോൾ ദൈവം ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ച് നെടുവേറപ്പെടുമ്പോൾ അത് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം അത് നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ. അതേ നമുക്ക് നോക്കിക്കേ, ആ സഹോദരന്മാർ തമ്മിൽ പറയുക നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി നീക്കും. ഹല്ലേലൂയ. ആ സഹോദരന്മാർ കാണുന്നത് ആ കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത പറയുന്നുണ്ട് ആ കല്ല് വലുതായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ വിഷയം തന്നെ മത്തായി എഴുതുമ്പോൾ 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇപ്രകാരമാ പറയുന്നത്, പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. അതേ ദൂതൻ ഉരുട്ടി നീക്ക മാത്രമല്ല ദൂതൻ ആ കല്ലിൽ മേൽ ഇരുന്നിരുന്നു. റിഗമന വൈഡമന. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കടഭാരമാകുന്ന കല്ല്, അത് നിന്റെ ശൂന്യതയാകുന്ന കല്ല് അത് നീക്കി ആ ശൂന്യതയുടെ നടുവില് അത് ഇറങ്ങി വന്ന് ഇരിക്കുന്ന ഒരു ദൂതനുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. എവിടെ നോക്കിയാലും ശൂന്യത. ദൈവം ഞാൻ എന്താ ചെയ്യേണ്ടത്? സാമ്പത്തിക വിഷയമായ ശൂന്യത, അതേ രോഗസംബന്ധമായ വിഷയത്തില് അതേ വല്ലാത്ത ഭാരം, അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശൂന്യയുടെ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ശൂന്യതയെ മാറ്റുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിനാണ് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസിന്റെ ശൂന്യമായ പടകില് യേശു കയറിയപ്പോൾ ആ ശൂന്യത മാറുവാൻ നോക്കുന്ന ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്തിനാ പത്രോസിന്റെ പടകിൽ തന്നെ യേശു കയറിയത്? ഹല്ലേലൂയ. അത് ഒത്തിരി പടകുണ്ടായിരുന്നു കേട്ടോ. അത് ചെറു പടകുകൾ ഉണ്ടായിരുന്നു. യേശു കയറിയത് പത്രോസിന്റെ പടകില. ഹല്ലേലൂയ. എന്തിനെന്നറിയാവോ? അതേ പത്രോസ് കഴിഞ്ഞ രാത്രിയില് നെടുവേർപ്പെട്ടത് കരഞ്ഞതൊക്കെയും ദൈവം കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാ പത്രോസിന്റെ പടകിലേക്ക് കയറിയത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നെടുവേർപ്പെട്ട് കരയുന്ന മാതാവേ, പിതാവേ, ദേവദാസിയെ, അത് നിശ്ചയമായി നിന്റെ പടകിലേക്ക് യേശു കയറിയാലുണ്ടല്ലോ, നിന്റെ ജീവിതത്തിനകത്തേക്ക് യേശു കയറിയുണ്ടല്ലോ, ആ ശൂന്യത മാറും. നിഗമന വൈഡമന. കുടുംബ ജീവിതത്തിനകത്ത് ശൂന്യതയാണോ? സാമ്പത്തിക വിഷയ ശൂന്യതയാണോ? നിശ്ചയമായി നിന്റെ ശൂന്യത പണിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായി ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. അതെ, നമുക്കറിയാം പത്രോസിന് യേശു പറയുകയാ, എന്താ പറഞ്ഞത്? അത് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവൻ.
അവിടെ പത്രോസ് പറയാ, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. അതേ അടുത്ത പറയുക, എങ്കിലും അവിടെയാ സമർപ്പണമുള്ളത്. ഹല്ലേലൂയ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. പത്രോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, അതെ യേശുവേ, അതെ എനിക്ക് കടലിന്റെ ചൂടും ചൂരും ഒക്കെ അറിയാം, ഹല്ലേലൂയ, എപ്പോഴൊക്കെ മീൻ കിട്ടുമെന്ന് അറിയാം എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ പത്രോസ് അത് പറഞ്ഞില്ല. അവിടെ പറയുക, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വാക്കിന്റെ മധ്യത്തിൽ വലയിറക്കിയപ്പോൾ ഹല്ലേലൂയ, പെരുത്ത മീൻകൂട്ടം അത് കിട്ടുമാറ് വല കീറാറായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ പടകിലേക്ക് യേശു കയറിയാലുണ്ടല്ലോ, നിന്റെ ശൂന്യത ദൈവം പണിയും. ഹല്ലേലൂയ. നിന്റെ ശൂന്യത മാറും. നിഗമന വൈഡമന, നിന്റെ സാമ്പത്തിക ശൂന്യത മാറും കേട്ടോ. നിന്റെ തലമുറയുടെ ശൂന്യത മാറും കേട്ടോ. നിന്റെ കുടുംബജീവിതത്തിന്റെ ശൂന്യത മാറും. ഏത് വിഷയത്തിനാണ് നീ ഭാരപ്പെടുന്നത്, ആ ശൂന്യതയെ പണിയുന്ന ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് ദൈവത്തിനാണ് വ്യക്തമായി ആലോചിച്ചിരിക്കുക. ദൈവാത്മ മറ്റൊരു ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോകുക. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്ത അതേ അടയാളങ്ങളുടെ ആരംഭം എന്നറിയപ്പെടുന്ന അതേ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നമുക്കൊന്ന് ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അമ്മ വന്ന് അതേ യേശു കർത്താവ് പറയുക, അവർക്ക് വീഞ്ഞില്ല എന്ന്. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു സ്ത്രീ, അതേ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് എന്ന് ചോദിച്ചിട്ട് എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും അതേ ഈ മറിയ പറയുന്നുണ്ട്, ശുശ്രൂഷക്കാരോട് പറയുക, അവൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമുക്കറിയാം യേശു കർത്താവ് അതേ 6 കൽപ്പാത്രങ്ങൾ വെള്ളം നിറച്ചു. ഹല്ലേലൂയ. കൽപ്പാത്രങ്ങൾ വെള്ളം അതേ നിറച്ചിട്ട് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. വിരുന്നുവാഴി രുചി നോക്കിയാറേ അത് വീഞ്ഞായി തീരുവാനൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതെ ആ ശിഷ്യന്മാര് ആ ഭൃത്യന്മാര് ചോദിച്ചില്ല കേട്ടോ, ദൈവമേ ഇത് പച്ചവെള്ളമല്ലേ, യേശു ഇത് പച്ചവെള്ളമല്ലേ, ഞാനിത് വിരുന്ന് വാഴിക്ക് കൊടുത്താൽ അത് അവർ എന്നെ അതെ ശാസിക്കത്തില്ലയോ എന്ന് ചോദിച്ചില്ല. അവർക്കറിയാം യേശുവ പറഞ്ഞത്. യേശു പറഞ്ഞുവെങ്കിൽ അതിലൊരു മിറക്കൽ ഉണ്ടെന്ന്, അതിലൊരു അത്ഭുതം ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിന്നോട് എന്ത് പറയുന്നു അതനുസരിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അടരഗമന രിഗതുരഗമന വൈഡമന അടാരക ശേഖേ വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയരെ, അതേ യേശു കർത്താവിനെ അതേ നിശ്ചയമായി ഹല്ലേലൂയ അതേ കല്യാണ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ഹല്ലേലൂയ അതേ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവിടെ യേശു കർത്താവ് അതേ അവിടെ ശൂന്യതയെ മാറ്റുവാൻ നോക്കുന്ന ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ജീവിതത്തിലേക്ക് യേശു കർത്താവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ, നിന്റെ ജീവിതത്തിലേക്ക് യേശു കർത്താവിനെ ഒന്ന് ക്ഷണിച്ചാലുണ്ടല്ലോ, നിന്റെ ശൂന്യത മാറും. യെസ് സിഗവല വൈദമന. യെസ് അതേ പ്രിയരെ, നിന്റെ ശൂന്യതയെ പണിയുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. റിഗബല വൈഡമന അടരഗമനവ ഷൈഡരക ദുരഗമന വൈഡമന. സാമ്പത്തിക വിഷയത്തിലാണോ നീ ഭാരത്തോടെ ആയിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ അതേ ശൂന്യതയെ പണിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അതേ ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. യെസ് ഓ റിഗദുരക ഷൈഡമന അടരഗമന ഔഡമന. ഹല്ലേലൂയ. അതേ യേശു കർത്താവ് മറ്റൊരു ശിഷ്യനെ നമുക്ക് നോക്കാം. പിറവിക്കുടനായ ഒരു മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞെന്താ, അവന്റെ കണ്ണിന്മേല അതേ തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശിട്ട് പറയാ, നീ ഇതെന്ന് ശീലവും കുളത്ത് ചെന്ന് കഴുകുവാൻ പറയുക. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമുക്കറിയാം അതേ ആ മനുഷ്യന് ഇപ്രകാരം പറയുന്നില്ല, ദൈവമേ ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ കുളത്തിനകത്ത് അതേ ഞാൻ പോയിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ല കേട്ടോ. അവൻ പോയി, അവൻ അത് ചെയ്തപ്പോൾ യേശു കർത്താവ് പറഞ്ഞു ചെയ്തപ്പോൾ അവൻ അതേ കാഴ്ച ലഭിച്ചവനായിട്ടാ മടങ്ങി വരുന്നത്. റിഗമന വൈഡമന. കുഞ്ഞെ, യേശു കർത്താവ് നിന്നോട് എന്തോ പറയുന്നു അതനുസരിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ശൂന്യതയെ ദൈവം പണിയപ്പെടും. റിഗമന വൈഡവന അടരഗമനവും ഷൈഡരക ദുരഗമന വൈഡമന അടരക ദിരക ഷൈഡവന. കുഞ്ഞെ, നിന്റെ ശൂന്യതയെ പണിയുന്നൊരു സ്വർഗമുണ്ടെന്ന് ദൈവത്തിനന്മ വ്യക്തമായി ആലോചന അറിയിക്കുക. അരിഗമന വൈഡമന അടാരക ശേഖേ ദുരഗമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ ശൂന്യതയെ നോക്കിക്കൊണ്ട് നെടുവേർപ്പെടുവാനല്ല,
നാളുകൾ ദൈവസ്ഥനെ ഏൽപ്പിച്ച് കൊടുക്കാമോ? ദൈവ അടിയനിതാ, അടിയനെ പണിയണമേ നീ പറയുന്നുവെങ്കിൽ അതെ നിന്നെ പണിയുവാൻ അടരക ദുരമന വൈഡമന നിന്റെ ശൂന്യതയെ പണിയുവാൻ അത് ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അരികമന വൈഡമന അതേ എൽസിയാന്റി, അതേ ദേവദാസിയെ, അതേ നിശ്ചയമായി നാളുകൾ നിന്റെ ശൂന്യതയെ പണിയുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. അത് എൽസി എന്ന് പേരുള്ള എൽസി ഷാജൻ എന്ന് പേരുള്ള ഡിവൈസ് ഇരിക്കുന്ന ആ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നിന്റെ ശൂന്യതയെ പണിയുവാൻ ഞാൻ ശക്തനത്രേ. രിഗമന വൈഡമന അടരക ദുരമന വൈഡമന നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. നിന്റെ കണ്ണിൽ നിന്നെ മറുപടി തന്നുകൊണ്ട് നിന്റെ വിഷയത്തിൽ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. രിഗമന വൈഡമന അടരക ദുരമന വൈഡമന് റീബാരഗതിരക ശൈഡവന നാളുകളിൽ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ശക്തനെന്ന് അതേ പ്രിയ അതേ ദൈവദാസിയോട് പ്രിയ ആന്റിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. യസ് രിഗമന വൈഡമന അടരഗമനവും ഷൈഡരക ദുരഗമന അടാരക ശേഖേ ദുരഗമന വൈഡമന അതേ പ്രിയ ദൈവത്തിലെ അതേ നിശ്ചയമായും അതേ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ യഹോവയുടെ ആലോചനയെ കുറിച്ച് സങ്കീർത്തന പുസ്തകം 33:11 ഇപ്രകാരം പറയുക: യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ യഹോവയുടെ ആലോചന ശാശ്വതമായതാണ്. യെസ്, അതെ നിശ്ചയമായി. അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിശ്ചയം നിന്റെ കണ്ണുനീർ വെറുതെ അല്ല കേട്ടോ. നിന്റെ ഉപവാസം വെറുതെ അല്ല. നിന്റെ കണ്ണുനീര് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവാത്മ വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന അടരഗമന വംശേ രിഗതുരഗമന വൈഡമന അടരക ദുരമന വൈഡമനെ ദീപാരഗതുരക ഷൈഡമന. ഹല്ലേലൂയ. അതേ നാളുകളിൽ തന്നെ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. രിഗമന വൈഡമന ദൈവം എന്നൊന്ന് ഉപയോഗിക്കാമോ, എന്നൊന്ന് ഉപയോഗിക്കാമോ എന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവം എന്നൊന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിന്നെ ഉപയോഗിക്കുവാൻ പ്രായഭേദം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് അതെന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ഹരിഗമന വൈഡമന അടരഗമന വംശേരിക ദുരഗമന വൈഡമന അടരക ദുരമന സീതാന്റി, അത് സീത എന്ന് പേരുള്ള ഡിവൈസ് ആന്റിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചനയിലേക്ക് നാളുകളില് അതെ താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയമല്ല ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന അടരഗമനവും ഷൈഡരക ദുരഗമന അത് കണ്ണിനീന്റെ രാത്രികൾ അടരക ദുരമന വൈഡമന വടിയറിയാതെ പലപ്പോഴും പകച്ചു പോയിട്ടുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നാളെ എന്തായിത്തീരുമെന്ന് പറഞ്ഞ് അത് നെടുവിറിപ്പെട്ട രാത്രികൾ രിഗമന വൈഡമന അതേ കുഞ്ഞെ ഞാൻ അത്രയും നിന്നെ നിർത്തിയത്. റിഗമന വൈഡ ലോകം നിന്നെ നോക്കി പറഞ്ഞതാ നീ ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന്. റിഗമന വൈഡമന ഓ നിന്നെ കിടപ്പ് രോഗിയാക്കി കളയുവാൻ ശത്രുവാൻ പദ്ധതിയിട്ടതാ നിന്നെ ഒതുക്കിയൊരു മൂലയിലാക്കുവാൻ. എന്നാൽ അതെ നിന്നെ വെല്ലുവിളിച്ചോടെ മാറ്റത്തിൽ ഞാൻ അത്രേ കുഞ്ഞെ നിന്ന് നിർത്തിയതെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അതേമേ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പലപ്പോഴും നീ ദൈവസേനയില അത് നെടുവിൽപ്പെട്ട് കരയുകയാ. എന്നെ ആർക്കും വേണ്ട എന്ന് പലപ്പോഴും പല രാത്രികളും നെടുവേർപ്പെട്ട് കരയുകയാ. റിഗമന വൈഡ കുഞ്ഞേ, അതെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. റിഗമന വൈഡവന അടരക ദുരമന അതെ നിന്നെ കൊണ്ട് എനിക്ക് ചില പദ്ധതികളുണ്ടെന്ന്. അതെ എന്നെ കൊണ്ട് ഒന്നിനും അത് കഴിയില്ലല്ലോ, എനിക്കൊരു യോഗ്യതയില്ലല്ലോ, അതെ എന്നെ എല്ലാരും മാറ്റി നിർത്തുന്നല്ലോ എന്ന് പറഞ്ഞ പലപ്പോഴും നെടുവേർപ്പെട്ട് കരയുമ്പോൾ അടരക ദുരമന വൈഡ നാളുകളിൽ തന്നെ നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ട്. നാളുകൾ എന്റെ സന്നിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ പുതിയ കൃപാകളും നൽകി നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനെന്ന് അടരക ദുരമന വൈഡവന അത് നിശ്ചയമായി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ ആലോചന നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. അടരക ദുരമന വൈഡവന ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. യസ് രിഗമന വൈഡവന അടരക ദുരമന വൈഡമന അടരക ഷൈഡമന ഞാൻ നിന്നെ താങ്ങും. രിഗമന വൈഡമന എന്റെ നീതിയുടെ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. രിഗമന വൈഡമന. യെസ്, നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന്
അതേ പ്രിയ ആന്റിയോട് ദൈവത്തിനാണ് വ്യക്തമായ ആലോചന അറിയിക്കുക. യെസ് ശിഖമന വൈഡമന. അത് എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവമേ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ നിവർത്തിയായില്ലല്ലോ. എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ നിവർത്തിയായില്ലല്ലോ. ദൈവമേ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ നിവർത്തിയായില്ലല്ലോ എന്ന് പറഞ്ഞ പലപ്പോഴും രാത്രി യാമങ്ങളില് നെടുവേർപ്പെട്ട് കരയുന്ന ദൈവദാസികാരെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാളുകളിൽ തന്നെ നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം കൂടെയുണ്ടെന്ന് അതേ ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. അരികമന വൈഡമന അടരക ദുരമന വൈഡമന. അതേ ഷേബ സിസ്റ്ററെ, അതേ ഷേബ എന്ന് പേരുള്ള സൗദി കല്ലെ പ്രിയ ദേവദാസിയെ, അത് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ. നാളുകളിൽ തന്നെ റിഗമന വൈഡമന പ്രാർത്ഥിച്ചു മുന്നേറുന്നുവെങ്കിൽ പുതിയ കൃപകളാലും കൃപാവരങ്ങളാൽ നിറച്ച നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. നീ ആയിരിക്കുന്ന മേഖലയിൽ അടരക ദുരമന വൈഡമന, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ യെസ് നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. ദേവേ, നീ പലപ്പോഴും നീ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ പ്രിയ വ്യക്തി ജീവിതത്തോട് ദൈവത്തിന് വ്യക്തമായ ആലോചന നാളുകളിൽ പ്രാർത്ഥിച്ചു മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന. ചില വാഗ്ദത്തങ്ങളുടെ മുമ്പില് അതേ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഇതുവരെ വാഗ്ദത്തം നിറവേറപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ നെടുവേർപ്പെട്ട് കരയുമ്പോൾ കുഞ്ഞെ, 2026 ആണ്ട് അതേ കഴിയുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന അടരക ദുരമന വൈഡമന. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതേ ശിംശോൻ അതേ ഫെലിസ്ത്യനെ അത് സംഹരിച്ചതുപോലെ അതേ പച്ച താടിയല് കൊണ്ട് കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ അതേ അവരെ അടിച്ചു കൊന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസിയെ ദൈവാത്മ വെളിപ്പെടുത്തുകയാ. അതേ കുന്നൊന്ന്, പ്രശ്നം 1, പ്രശ്നം 2, പ്രശ്നം 3 എന്ന് അതേ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ആ പ്രശ്നത്തിന് മറുപടി തന്നുകൊണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അതേ ദൈവത്തിനാത്മാവ് അതേ പ്രിയ സുസ്നോട് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. ചില ബന്ധനത്തിലായിരിക്കുന്നുവെന്ന് ദൈവാത്മ വെളിപ്പെടുത്തുക. റിഗമന വൈഡമന. മുന്നോട്ട് പോകുവാൻ അതേ കഴിയാതെ വണ്ണം യെസ് അതേ കല്ലയോ ഒന്ന് മാറി ജീവിതത്തിൽ പ്രതിസന്ധികളിട്ട്, പ്രതികൂലങ്ങളിട്ട്, രോഗങ്ങളിട്ട് അതേ നിന്നെ തകർത്ത് കളയുവാൻ ശത്രുവാൻ പദ്ധതി ഇടുന്നുണ്ടെന്ന് അതേ ദൈവത്തിനാണ് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. നാളുകളില് പ്രാർത്ഥിച്ച് മുന്നേറുക. യെസ് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തിനെന്ന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താ ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഹല്ലേലൂയ. എന്താ എനിക്ക് മാത്രമാണോ കഷ്ടത എന്ന് ചോദിക്കുന്ന വ്യക്തിയാണോ നീ? ഹല്ലേലൂയ. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ കഷ്ടത വരുന്നത്? പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമാകട്ടോ, എന്തിനാ ദൈവമേ എനിക്ക് മാത്രമേ ഇങ്ങനെ? ഹല്ലേലൂയ. എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു അത് ശൂന്യത, അല്ലെ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു കഷ്ടത? പലപ്പോഴും നാം ചോദിച്ചവരാ. ഹല്ലേലൂയ. അത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചപ്പോൾ, അതിവേദനയിൽ ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവാത്മാവിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവാത്മാവിന്റെ ദൈവവചനത്തിൽ കൂടി ഇടപെടുവാൻ ഇടയായി തീർന്നു. ദൈവാത്മാവ് ആദ്യം എന്നെ അത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ പിറവിക്കുടനായി ഒരു മനുഷ്യനെ കാണിച്ചു തന്നു. അതെ, ആ മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവൻ കുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? ഹല്ലേലൂയ. അത് നമ്മെ നോക്കി പലരും പറയുന്നുണ്ടാകും കേട്ടോ, അത് ഇവൻ ഇങ്ങനെ ഉണ്ടാകാൻ, ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതേകാലം മുജ്ജന്മ പാപമെന്ന്. ഹല്ലേലൂയ. അവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് തിരുത്തി അതിനെ. യേശു കർത്താവ് പറയുക, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, പിന്നെയോ ദൈവ പ്രവൃത്തി അവങ്ങൾ വെളിപ്പെടേണ്ടതിനത്രേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കഷ്ടതയുടെ തീച്ചുള്ളിൽ കൂടി കടന്നു പോകുന്ന എന്തിനെന്നറിയാവോ? അത് നീ തകർന്നു പോകുവാനല്ല, പിന്നെയോ അത് ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. റിഗമന വൈഡമന അടരഗമന വൈഡമന. ഹല്ലേലൂയ. അത് നിശ്ചയമായും എന്നെ കേൾക്കുന്ന പ്രിയരെ,
നീ കഷ്ടതയുടെ തീച്ചൂട് കടന്നു പോകുന്നുവെങ്കിൽ എന്തിനെന്നറിയാവോ? ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്രേ. രിഗമന വൈഡമന. അതെ റെജിന സിസ്റ്ററെ, അതെ നിശ്ചയമായി നാളുകളില് അതെ നിന്നെ കഷ്ടത കൂടി അതെ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടി കടത്തി വിട്ടത് അതെ നിന്നെ തകർത്ത് കളയുവാനല്ല കേട്ടോ, നിന്നെ പണിതെടുത്ത് നല്ലൊരു പൊന്നാക്കുവാനത്രേ. രിഗമന വൈഡം. പലപ്പോഴും നീ ചോദിച്ചില്ലേ, ദൈവമേ എന്തിനാ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കഷ്ടത? ഹല്ലേലൂയ. എന്തിനാ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വേദന? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു രോഗം എന്ന് പലപ്പോഴും ചോദിച്ചില്ലേ? എന്നാൽ ഈ രോഗം നിനക്ക് മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുവാനെന്ന് അതെ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അറികമന വഴി പലപ്പോഴും നിന്നെ രോഗിയാക്കി, അതെ നിന്നെ രോഗിയാക്കി മറ്റുള്ളവർ രോഗി എന്ന് പറയത്തക്ക വിധത്തില് നിന്നെ അതെ ഒരുക്കി കളയുവാൻ പദ്ധതിയിടുമ്പോൾ കുഞ്ഞെ നാളുകൾ പ്രാർത്ഥിച്ചുണർന്നു കൊള്ളുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അടരഗമന ഊഷേ റിഗതുരഗമന വൈഡമന രീപ രഗതുരക ഷൈഡമന. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിശ്ചയമായി നിന്റെ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ. അതേ സിസ്റ്ററെ, നിശ്ചയമായി നിന്റെ കണ്ണ് നിന്റെ മറുപടി തരുവാൻ ഒരു ദൈവ കൂടെയുണ്ടെന്ന് ആദ്യ സിസ്റ്ററോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരഗമന വൈഡമനെ റീബ രഗതുരക ഷൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയരെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് നിവർത്തിയാകെ തന്നെ ചെയ്യും. റിഗമന വൈഡമന. യെസ്, അതെ ടീന തോമസ് എന്ന ഡിവൈസ് ചെയ്യുന്ന വ്യക്തിയോട് അത് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുന്നത്, അത് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് ഒത്തിരി നാളുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിന് മറുപടി തരുവാൻ അടരക ദുരമന വൈഡവന നാളുകളിൽ തന്നെ അതേ ദിവസമൊക്കെ ഉള്ളിൽ തന്നെ നിന്റെ വിഷയത്തിൽ ഞാൻ മറുപടി തരുവാൻ ശക്തൻ. നിഗമന വൈഡവന. ചില ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിലാ നീ ആയിരിക്കുന്നത്. പല വിഷയങ്ങളുടെ നടുവില് അതേ തല ഉയർത്തുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ കുഞ്ഞെ നിന്റെ തല ഉയർത്തുവാൻ ഞാൻ ശക്തനത്രേ. രിഗമന വൈഡവന അടരക ദുരമന വൈഡവന. നിന്റെ പ്രാർത്ഥന, അതെ നിന്റെ കണ്ണുനീര്, നിന്റെ ഉപവാസം വെറുതെയല്ല. നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് അതേ പ്രിയ സുസ്നോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അടരക ദുരമന വൈഡവന നാളുകളില് പ്രാർത്ഥിച്ചു മുന്നേറുക. റിഗമന വൈഡവന അടരക ദുരമന വൈഡ. ഈ നാളുകളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും എന്റെ സനി ഇരിക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിന്മേല ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. റിഗമന വൈഡവന. അത് ചില ചോദ്യചിഹ്നങ്ങളുടെ മുമ്പില് അത് ഉത്തരം നൽകത്തക്ക വിധത്തില് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായി പ്രിയ സിസ്റ്ററിനോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡവന. നാളെ ഒരു കൃപാവര പ്രാപ്തയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പലയിടത്തും മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ദൈവത്തിനാണ് വ്യക്തമായ ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും അത് നീറുന്ന വിഷയം പലപ്പോഴും എന്തിനാ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഭാരമെന്ന് തോന്നത്ത വിധത്തിലാ നിന്നൊരു സൈലന്റ് പോലെ ആക്കി കളഞ്ഞ് അതൊരു മൗനതയിലേക്ക് നിന്നെ വിട്ടുകൊണ്ട് അത് നിന്നെ വല്ലാതെ പലപ്പോഴും നിന്നെ വേട്ടയാടുന്ന ഒരു ദുഷ്ടശക്തി റിഗമന വൈഡമന നിന്റെ പിന്നിലുണ്ടോ? നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. റിഗമന വൈഡമന. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന. പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവത്തിനാത്മാവ് പ്രിയസിനോട് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡവന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ നാം ചിന്തിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ഷീലാന്റി നാളുകളിൽ ദൈവാത്മാവ് പ്രിയ ആന്റിയോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, പലപ്പോഴും പറയുന്നുണ്ട്, ദൈവമേ ഈ വാഗ്ദത്തം നിറവേറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ലോകം വിട്ട് മാറും, ഞാൻ മാറിപ്പോകുമോ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കാണത്തില്ലയോ എന്ന് ചോദിക്കുന്നു. റിഗമന വൈഡവനെ നാളുകളിൽ തന്നെ വാഗ്ദത്തം ചെയ്തവൻ ഞാൻ. റിഗമന വൈഡമന. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന. പലപ്പോഴും ശത്രുവായവൻ നിന്നെ ദൃഷ്ടി വെച്ചതാ. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. ചില ആക്സിഡന്റ് പോലത്തെ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഇട്ട് റിഗമന വൈഡമന അടരക രോഗത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ പദ്ധതിയിട്ട സ്ഥാനത്ത് കുഞ്ഞെ ഞാൻ അത്രയും നിന്നെ നിർത്തിയത്. റിഗമന വൈഡമന നാളെ ദൂതുവാഹിയാക്കി നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. യെസ്, നീ ചോദിക്കുക, അതേമേ എനിക്ക് കൃപകൾ വേണം,
കൃപാവരങ്ങൾ വേണം. അത് എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടണം നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാ, നാളെ നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കും. നിഗമന വൈഡവന ദൈവമേ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അതേ നിന്നെ ഒതുക്കുവാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ കുഞ്ഞെ ഒതുങ്ങുവാനല്ല, നാളുകളിൽ നിന്ന് ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിഗമന വൈഡവന അടരക ദുരമന വൈഡ നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. യെസ് നിഗമന കൃപാവര പ്രാപ്തയാക്കി യെസ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. അതെ മറ്റുള്ളവർ നിന്നെ കുറിച്ച് നിന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവിടെ മുമ്പിൽ തന്നെ ഞാൻ നിന്നെ മാനിക്കും. നിഗമന വൈഡമന ചില മാറ്റി നിർത്തലുകളും ചില ഒറ്റപ്പെടലുകളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നുവെന്ന് ദൈവത്തിനെന്ന് വ്യക്തമായി ആന്റിയെ നോക്കി വ്യക്തമായി ആലോചന അറിയിക്കുക. നിഗമന വൈഡമന അടരക ദുരമന വൈഡമന കുഞ്ഞെ നിന്നെ കരയിച്ചിട മുമ്പിൽ തന്നെ, നിന്നെ ഒറ്റപ്പെടുത്തിയുടെ മുമ്പിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഉണ്ടെന്ന് ദൈവത്തിനാണ് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗവന വൈഡമന അടരക ദുരമന വൈഡമനെ റീബ രഗതുരക ഷൈഡമന നിന്റെ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ. റിഗമന വൈഡമന നിന്റെ ഉപവാസം വെറുതെ അല്ല. നിന്റെ കണ്ണുനീര് തുരുത്തി നിറഞ്ഞ് കവിയാറായി. റിഗമന വൈഡമന ഇനി നീ ഇനി കരയേണ്ട കേട്ടോ. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീരിന് ഞാൻ മറുപടി തരും. ഹല്ലേലൂയ. പ്രിയരെ എന്നെ കേൾക്കുന്ന പ്രിയാന്റി നിശ്ചയമായി നാളുകളിൽ തന്നെ നിന്റെ കണ്ണുനീരിന് വിരാമം ഇട്ടുകൊണ്ട് ദിഗമന വൈഡമന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ശക്തനെന്ന് ദൈവത്തിന് വ്യക്തമായി ആന്റിയോട് വ്യക്തമായി ആലോചന നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. റിഗമന വൈഡമന ഹല്ലേലൂയ. പ്രിയരെ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. ഹല്ലേലൂയ. ദൈവം നിന്നോട് എന്ത് പറഞ്ഞുവോ ഹല്ലേലൂയ നിശ്ചയമായി വർഷം എത്രയായാലും നാളുകൾ എത്രയായാലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിശ്ചയമായി മത്സമാൻഡി നിശ്ചയമായി നാളുകളിൽ തന്നെ മറുപടി തരും കേട്ടോ. റിഗമന വൈഡ നാളുകളിൽ ഭാരത്തോടെ ആയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നീറുന്ന വിഷയങ്ങളുമായി അടരക ദുരമന വൈഡമന നീ എന്റെ സ്ഥലമായിരിക്കുമ്പോൾ ദിഗമന വൈഡമന നിന്റെ വിഷയത്തിൽ ഞാൻ മറുപടി തരും. യെസ് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ തന്നെ യെസ് ദൈവം എന്റെ ജീവിതത്തിന് വിഷയത്തിന് മറുപടി ഇല്ലയോ എന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ കുഞ്ഞേ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാളുകളിൽ തന്നെ നിന്റെ വിഷയത്തിൽ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അടരക ദുരമന വൈഡമന റീബ ഷൈഡേ റിഗതുരഗമന വൈഡമനെ നിശ്ചയമായി നിന്റെ കണ്ണിന് ഞാൻ മറുപടി തരും. യെസ് നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമില്ലേ, ആ വിഷയത്തിൽ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന നാളുകളിൽ പ്രാർത്ഥനയോട് ദൈവസ്ഥനെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിൽ ഞാൻ മറുപടി തരുവാൻ ശക്തൻ. ദിഗമന വൈഡമന റമനക ഷൈഡരക ദുരഗമന വൈഡമനെ റീബ ഷൈഡേ റിഗതുരഗമന വൈഡമന പ്രിയ ദൈവത്തിലെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അടരക ദുരമന വൈഡമനെ റീബ ഷൈഡേ റിഗതുരഗമന വൈഡമന നിശ്ചയമായി കൂടെ ഇരുന്ന് മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന റിഗമന വൈഡമനെ ഹല്ലേലൂയ. നിശ്ചയമായി ഉടരക ദുരമന വൈഡമന ഹല്ലേലൂയ. സുജാസിസ്റ്റേ നാളുകളിൽ ചില വേദികൾ ഒരുക്കുന്നുവെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന യെസ് റികാല ബൗ ഷൈഡരക ദുരഗമന വൈഡമന യെസ് അടരക ദുരമന വൈഡമന യെസ് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിമല്ല മറുപടി തരുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ സിസ്റ്ററിനോട് വ്യക്തമായ ആലോചന അറിയിക്കുക. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിമല്ല യെസ് റിഗമന വൈഡമന ചില വേദികൾ ഒരുക്കി ഞാൻ നിന്നെ മാനിക്കുവാൻ ശക്തൻ. നിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ റീബാരക ദുരമന ഷൈഡരക ദുരമന വൈഡമന കുഞ്ഞെ നിശ്ചയമായി നിന്റെ മേലെ ഒരു അഭിഷേകമുണ്ട്, ഒരു അനോന്റിംഗ് പവറുണ്ട്. റിഗമന വൈഡമന ചില വേദികൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുക. റിഗമന വൈഡമന ചില ഭവനങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുക. റിഗമന വൈഡമന യെസ് റിഗമന വൈഡമന ചില വ്യക്തി ജീവിതങ്ങൾ നിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമെന്ന് ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരവന വൈഡമന റികാല പുഷേ റിഗ ദുരഗമന വൈഡമന അതുപോലെ
നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റികമന വൈഡമന ലഭം ഷൈഡരക ദുരകമന പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അടരക ദുരമന വൈഡമന നാളുകളിൽ തന്നെ അത് ചില വ്യക്തി ജീവിതം ഞാൻ ഒരുക്കാൻ പോകുക. റികമന വൈഡമന അത് ദൂതുവാഹിയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യെസ് റികാലഭം ഷൈഡരക ദുരകമന ചില വേദികൾ ഒരുക്കി. ഓ റമാനക ഷൈഡമന ഹല്ലേലൂയ. ദൈവം ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്, അതെ ദൈവം എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിക്കുമാറ് തന്നെ അത് നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുവാൻ ശക്തൻ. നിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ റീബ ഷൈഡ രഗദുരമന വൈഡമന നാളുകളിൽ തന്നെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കൊണ്ട് ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന ചില കൃപകളും കൃപാവരങ്ങളും നിന്റെ മേൽ പകർന്ന് നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ചില യാത്രകൾ നിന്റെ പിന്നിലുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുക. യെസ് റിഗമന വൈഡമന ഓ റിഗമന വൈഡമന ഹല്ലേലൂയ. ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് നിന്നെ അയക്കുവാൻ എന്റെ ദൂതുമായി അതേ നിന്നെ അയക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പ്രിയ സിസ്റ്ററിനോട് ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. റിഗമന വൈഡമന നാളുകളിൽ പ്രാർത്ഥിച്ച് ഉണർന്നുകൊള്ളുക. യെസ് ഈ നാളുകളിൽ തന്നെ യെസ് ചില യാത്രകൾക്കായി ഒരുങ്ങുവാൻ യെസ് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അടരക ദുരബല വൈഡമന ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിശ്ചയമായി ഈ 2026 ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് ദൈവം പ്രവർത്തിക്കും. യെസ് ഔരിക ദുരമന വൈഡമന അടാരകശേഖമന വൈഡമന ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ. നിശ്ചയമായി അത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതെ നിശ്ചയമായി നിന്റെ കടുതിര് വെറുതെ അല്ല, നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല കേട്ടോ. ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ജീസസ്. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതേ പ്രിയരെ, നമ്മുടെ കണ്ണുനീര് വെറുതെയല്ല, നമ്മുടെ ഉപവാസം വെറുതെയല്ല. ദേ നമുക്കറിയാം സംഗീത പ്രകാരം ഒരു വചനമുണ്ട്, കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അത് കണ്ണുനീരോട് നീ വിതയ്ക്കുന്ന മാതാവാണോ? അത് കണ്ണുനീരോട് വിതയ്ക്കുന്ന പിതാവാണോ? കണ്ണുനീരോട് വിതയ്ക്കുന്ന ദൈവദാസനാണോ? കണ്ണുനീരോട് വിതയ്ക്കുന്ന ദൈവദാസിയാണോ? നിശ്ചയമായി നിന്റെ കണ്ണ് നിന്നൊരു മറുപടി ഉണ്ടെന്ന് റിഗമന വൈഡമന എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതത്തോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന ഷീജ സിസ്റ്ററെ, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ. റിഗമന വൈഡമന റീകാലഭം ഷൈഡമന ഷീജ സിബി എന്ന പേരുള്ള വ്യക്തി ജീവിതത്തോട് ദൈവത്തിന് വ്യക്തമായ ആലോചന, നിന്റെ കണ്ണുനീര് വെറുതെ അല്ല. റിഗമന വൈഡമന അത് നീ ആരും കാണാതെ കരയുമ്പോൾ അടരക ദുരമന ഒരു യന്ത്രം പോലെയാ നീ സഞ്ചരിക്കുന്നത്. അത് പലപ്പോഴും നീ അറിയാതെ നിന്റെ യാത്രയിൽ പോലും അതെ നീ അറിയാതെ കണ്ണുനീര് ധാരയായി ഒഴുക്കിക്കൊണ്ട് നീ ആയിരിക്കുമ്പോ അതെ എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന് വ്യക്തമായി നിന്നോട് ആലോചന അറിയിക്കുന്നത്, നിന്റെ കണ്ണ് നിന്നെ വിരാമം വിട്ടുകൊണ്ട് അടരക ദുരമന വൈഡമന ഈ ദിവസಕ್ಕೆ ഉള്ളിൽ തന്നെ, എണ്ണപ്പെട്ട ദിവസಕ್ಕೆ ഉള്ളിൽ തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദിഗമന വൈഡ എവിടെ ചെന്നാലും ഒറ്റപ്പെടലുകൾ. ഹല്ലേലൂയ. എവിടെ ചെന്നാലും പരാജയം, എവിടെ ചെന്നാലും തടസ്സം. ദേവി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ
കുഞ്ഞേ, എനിക്ക് നിന്നെ കൊണ്ട് വലിയൊരു പദ്ധതി ചെയ്തെടുക്കുവാനുണ്ട്. റികമന വൈഡമന, നിന്റെ കണ്ണുനീര അത് വെറുതെ അല്ല കേട്ടോ. നിന്റെ കണ്ണുനീര് വെറുതെ അല്ല. നീ കരയുന്ന വിഷയത്തിമേല ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. റികമന വൈഡമന, നിന്നെ ഒറ്റപ്പെടുത്തിയുടെ മുമ്പിൽ തന്നെ റികമന നീ ഇതിലെ വന്നത് കൊണ്ടാ നിനക്ക് ഇങ്ങനെയെന്ന് പറയുന്ന അത് നിന്നെ വെല്ലുവിളിക്കുന്ന മാധ്യത്തിനുണ്ട്. അതെ, പലപ്പോഴും വെല്ലുവിളിക്കുക, അത് കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. അവിടെ മാധ്യത്തിലാ ഞാൻ നിന്നെ മാനിക്കും. പലപ്പോഴും ദാവീദിനെ ഒന്ന് നോക്കിക്കേ. ദാവീദിനെ മാറ്റി നിർത്തിയ സഹോദരരുടെ നടുവിൽ വെച്ച അതെ ദാവീദിനെ അഭിഷേകം ചെയ്തു മാനിച്ചുമെങ്കിൽ കുഞ്ഞെ, നിന്നെ മാറ്റി നിർത്തിയ, നിന്നെ നിന്ദിച്ച, നിന്നെ പരിഹസിച്ച, നിന്നെ കരയിപ്പിച്ചോടെ നടുവിൽ തന്നെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു മാനിക്കുവാൻ അടരക ദുരമന വൈഡവന അതെ ഞാൻ ശക്തനെന്നോ പ്രിയസിനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നാളുകളെ പ്രാർത്ഥിച്ചു മുന്നേറുക. അതെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് നിന്നെ വിരാമം വിട്ടുകൊണ്ട് അങ്ങനെ തന്നെ ദൈവത്തെ വിളിക്കുക. നിന്റെ കണ്ണ് നിന്റെ വിരാമം വിട്ടുകൊണ്ട് അത് ഞാൻ പ്രവർത്തിക്കും. വൈഡവൻ അതേ കുഞ്ഞെ, നിശ്ചയമായി ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ കണ്ണീര് വെറുതെ അല്ല കേട്ടോ. നിഗമന വൈഡമന ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇവിടെ നാം ചിന്തിച്ചു മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. എന്നാൽ യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ഹല്ലേലൂയ. അതേ പ്രിയരെ, യഹോവയുടെ ആലോചന എന്ന് പറയുന്നത് നമ്മുടെ ആലോചന പോലെ അല്ല. ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് നമ്മുടെ വഴികൾ പോലെ അല്ല. ഇവിടെ നാം ചിന്തിച്ചു ആകാശ ഭൂമിക്ക് വേദേ ഉയർന്നിരിക്കുന്നത് പോലെ അടുത്ത് പറയുക എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ അടുത്ത് പറയുന്ന എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും അടുത്ത് പറയുന്നത് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിചാരം പോലെയല്ല ദൈവത്തിന്റെ വിചാരം. ഹല്ലേലൂയ. നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതെ, യേശു കർത്താവിന്റെ അമ്മ അതെ അതെ ശുശ്രൂഷക്കാട് പറയാ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവനെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതേ, നിശ്ചയമായി നാളുകളില് നമ്മുടെ ശൂന്യത പണിയുന്ന ഒരു സ്വർഗമുണ്ട്. അതേ ബീന സിസ്റ്ററെ, അതേ ശൂന്യത പണിയുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. സാമ്പത്തിക വിഷയത്തുമേല അതേ പണിയുന്ന ഒരു സ്വർഗമുണ്ട്. അതേ, നിശ്ചയമായി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാ വ്യക്തമായ ആലോചന അറിയിക്കുക. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം അതെ കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഓരോ വിഷയങ്ങളായി മറുപടി തരുന്ന വർഷമെന്ന് അതെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ദൂത് കേട്ട അത് പലപ്പോഴും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, ദൈവമേ ഇന്ന വർഷം ഇന്ന തീയതി ഇന്ന ദൈവദാസൻ അതെ ഇത്ര മണിക്ക് എന്നോട് ആലോചന പറഞ്ഞതാ, ഇത് അതെ നിവൃത്തിയാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. ഹല്ലേലൂയ. നിന്റെ ഉപവാസം വെറുതെയല്ല. നിന്റെ കണ്ണുനീര് വെറുതെയല്ല. നിശ്ചയമായും അത് ദൈവത്തിന്റെ സമയത്ത് നമുക്ക് കാത്തിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. നമുക്കറിയാം സംഗീതത്തിന്റെ പുസ്തകം 31:15 പ്രകാരം പറയുന്നുണ്ട്. ദാവീദ് പറയാ, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് വെച്ചാൽ മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ സമയമല്ല, വിടുതന്റെ സമയം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതേ, വ്യക്തമായി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളായി ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുന്ന ആളുകളിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറപ്പെടുക തന്നെ ചെയ്യും. യെസ്, നിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറഞ്ഞത്, അതേ താങ്കളുടെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത് നിശ്ചയമായി അതേ നാളുകളിൽ നിവർത്തി തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേ, എന്നെ അത് മെസ്സേജിനെ ക്ഷണിച്ച പ്രിയ ദീനാസിനോടുള്ള എന്റെ നന്ദി സ്നേഹത്തെ അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാ ദേവദാസ്യമാർ, സഹോദര കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.